എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായം അതിൻ്റെ 10 വാക്യം വായിക്കട്ടെ. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നതുപോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നതുപോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടുവിച്ചുമിരിക്കുന്നു. പ്രിയരെ, ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു വസ്തുത ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നമ്മെ നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. അവനെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ, അവർ നഗ്നരെന്ന് അവർ തിരിച്ചറിഞ്ഞ് ലജ്ജ അവരിൽ കടന്നു വന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവം അവരുടെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് അവർ സ്വയമായിട്ട് അവിടെ ഒരു അത്തിയില കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി. അതുകൊണ്ട് അവർ ആ വസ്ത്രം ധരിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വെയിൽ വന്നു, അത്തിയിലകൾ വാടിപ്പോയി. മനുഷ്യൻ സ്വയമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള പരിശ്രമത്തെ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വയമായുള്ള രക്ഷ നടപ്പാക്കുവാൻ, സ്വയമായി പാപത്തിൻ്റെ ലജ്ജയെ മറയ്ക്കുവാൻ, പാപത്തിൻ്റെ നാണത്തെ മറയ്ക്കുവാനുള്ള ശ്രമമാണ്. എന്നാൽ അത് പരാജിതമാണ്. പരാജയപ്പെട്ടുകൊണ്ടും ഇന്നും മനുഷ്യനായിരിക്കുന്നു. എന്നാൽ ദൈവം അതിനൊരു വ്യത്യസ്തത വരുത്തി. നമ്മെ രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ വേണ്ടി നമ്മിലുണ്ടായിരുന്ന സ്വന്തം പ്രയത്നത്തിൻ്റെ വസ്ത്രങ്ങളെ, അസാധ്യമായിരുന്ന മാർഗങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം നമ്മെ രക്ഷ ധരിപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി എന്താ ചെയ്തത്? മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിന് 28 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. ആശയം മനസ്സിലായോ? നമ്മെ രക്ഷയുടെ വസ്ത്രം ധരിപ്പിക്കുവാൻ വേണ്ടി സർവ മഹത്വവും ധരിച്ചിരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂവിലേക്ക് കടന്നു വന്നപ്പോൾ കാൽവറിയിലെ ക്രൂശിൽ നഗ്നനായി കിടക്കുന്ന കർത്താവ്, അർദ്ധനഗ്നനായി കിടക്കുന്ന കർത്താവിൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. നമുക്ക് വേണ്ടി നമ്മെ രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലജ്ജാകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. നന്ദിയോടുകൂടെ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇന്ന് നാം സന്തോഷത്തോടുകൂടെ, വലിയ അഭിമാനത്തോടുകൂടെ, ക്രിസ്തുവേശുവിലുള്ള പ്രശംസയോടുകൂടെ, പ്രത്യാശയോടുകൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ നമുക്കൊരു കാലമുണ്ടായിരുന്നു, പാപത്തിൻ്റെ ലജ്ജാകരമായ കാലം. അത് മറയ്ക്കുവാൻ വേണ്ടി ലജ്ജ സഹിച്ച് ഈ ഭൂവിലേക്ക് വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 96 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാം വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ അവനെ ആരാധിക്കുക, സ്തുതിക്കുക. പ്രിയരെ, ഇന്ന് രാവിലെ സമയം വിശുദ്ധിയോടുകൂടെ ക്രിസ്തുവേശുവിൻ്റെ നീതി നാം ധരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് നന്ദിയോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.